ഒരു ഒറ്റ ഗോള് കാരണം അന്ന് ഫിഫയ്ക്ക് 2009 പുസ്കാസ് അവാർഡ് എന്ന് പറഞ്ഞ ഒരു പുതിയ അവാർഡ് ക്രിയേറ്റ് ചെയ്യേണ്ടി വന്നു. ഗൈസ്, ഈ ഒരു വീഡിയോ എനിക്ക് ഒരുപാട് പേര് അയച്ചു തന്നിട്ട് ഇത് ചോദിക്കുന്നുണ്ട്. ബ്രോ, ശരിക്കും പുസ്കാസ് അവാർഡ് എന്ന് പറയുന്നത് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ആ 2009, അതായത് 2008-2009 ചാമ്പ്യൻസ് ലീഗിൽ FC പോർട്ടോയ്ക്ക് അടിച്ച ഗോള് കാരണമാണോ അങ്ങനെ ഒരു അവാർഡ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടത് എന്നുള്ള ഒരു ചോദ്യം എനിക്ക് ഒത്തിരി പേര് മെസ്സേജ് അയച്ച് ചോദിക്കാറുണ്ട്. ടെക്നിക്കലി അത് തെറ്റാണ് ഗൈസ്. അപ്പോൾ എന്തായാലും കണ്ടന്റിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ കണ്ടന്റ്സും കാര്യങ്ങളൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക, യൂട്യൂബിലാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാമെന്ന് ഉറപ്പിച്ചുകൊണ്ട് കാര്യത്തിലേക്ക് കിടക്കുകയാണ്. സംഭവം എന്തരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ അവാർഡിൻ്റെ പേരെന്താണെന്നൊന്ന് നേരെ നോക്കിയിരുന്നെങ്കിൽ ഈ പ്രശ്നമില്ല. ഇല്ലെങ്കിൽ അവരുടെ വെബ്സൈറ്റിലേക്ക് കയറി കഴിഞ്ഞാൽ തന്നെ അതിനകത്ത് നല്ല ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഹംഗേറിയൻ ഫുട്ബോളർ ആയിട്ടുള്ള പുസ്കാസ് എന്ന് പറയുന്ന താരത്തിനെ റെക്കഗ്നൈസ് ചെയ്യാനും ഓർക്കാനും ഒക്കെ തന്നെയാണ് ഈ അവാർഡ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടുള്ളത്. ആൻഡ് ഈ അവാർഡ് കൊടുക്കുന്നതെന്ന് പറയുന്നത് ആ വർഷത്തെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗോളിനാണ് എന്നുള്ളത് നമുക്കറിയാം. സോ അതിൽ റൊണാൾഡോയുടെ ആ 2009 ഗോളാണ് ഈ അവാർഡ് ക്രിയേറ്റ് ചെയ്യപ്പെടാനുള്ള കാരണം എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അതല്ല എന്നുള്ളതാണ് അതിൻ്റെ യഥാർത്ഥ വശം. ഇത് ചില പേജുകളിൽ ചില ഫാൻ ഗ്രൂപ്പുകൾ അതങ്ങനെ പൊക്കി പറയുന്നുണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ കേട്ടോ. അത് ടെക്നിക്കലി തെറ്റാണ്. പിന്നെ വേറൊരു ഏറ്റവും വലിയ സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എസ്പെഷ്യലി ക്രിസ്ത്യാനോ റൊണാൾഡോ മെസ്സി ഫാൻസ് ഡിബേറ്റുകൾ വരുമല്ലോ. ഈ ഡിബേറ്റുകളിൽ ഒരു പോയിന്റ് ഇപ്പുറത്തേക്ക് റൊണാൾഡോയുടെ പോയിന്റിലേക്ക് കിട്ടുന്ന ഒരു സാധനം തന്നെയാണ് ഈ പുസ്കാസ് അവാർഡ് എന്ന് പറയുന്നത്. ഒന്ന്, ഇനോഗ്രൽ അവാർഡ് തന്നെ റൊണാൾഡോയ്ക്ക് ഉണ്ട് എന്നുള്ളത് ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഇത് മെസ്സിക്ക് ഇല്ല എന്നുള്ളതും ഒരു കാര്യം തന്നെയാണ് കേട്ടോ. പക്ഷെ എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും ഈ അവാർഡ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടത് 2009 ആ ഗോള് കാരണമൊന്നുമല്ല. ഈ സംഭവം അതിന് വേറെ ഒരു കഥയൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് അതിൻ്റെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം കൃത്യമായിട്ട് കിട്ടുന്നതായിരിക്കും. എന്തായാലും നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പുസ്കാസ് അവാർഡ് ഏതാണെന്നുള്ളത് താഴെ കമൻറ്റ് കാറോ ചിൽ കുപ്പിച്ചിൽ.